നേപ്പാളിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ വൈകുന്നേരം സുദൂർ പശ്ചിം പ്രവിശ്യയിലാണ് ഭൂചലനമുണ്ടായത്. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ഈയിടെയായി നിരന്തരം ഭൂചലനം അനുഭവപ്പെടുന്നുണ്ട്. ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിൽ വെള്ളപ്പൊക്കത്തിൽ 26 പേർ മരിച്ചു. നിരവധി പേരെ കാണാതായി. സുമാത്ര ദ്വീപിൽ നിരവധി വീടുകൾ ഒലിച്ചുപോയി. നിരവധി നാശനഷ്ടങ്ങളാണ് വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഉണ്ടായത്. ലക്ഷക്കണക്കിന് ആളുകളെ താൽക്കാലിക അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി. യമനിലെ അൽ-ഖ്വയ്ദ നേതാവ് ഖാലിദ് അൽ-ബയാർഫി കൊല്ലപ്പെട്ടു. മൃതദേഹത്തിന്റെ വീഡിയോ അൽ-ഖ്വയ്ദ തന്നെയാണ് പുറത്തുവിട്ടത്. മരണകാരണം വെളിപ്പെടുത്തിയിട്ടില്ല. രൂക്ഷമായ സംഘർഷം തുടരുന്ന ഗാസയിൽ റമദാനോടനുബന്ധിച്ച് 6 ആഴ്ചത്തെ വെടിനിർത്തലിന് ശ്രമിക്കുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പലസ്തീനികൾക്കും ഇസ്രായേലികൾക്കും സ്വാതന്ത്ര്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നതെന്ന് ബൈഡൻ പറഞ്ഞു. പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് 19 പേരെ മന്ത്രിസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. ഇത് സംബന്ധിച്ച കത്ത് പ്രസിഡന്റ് ആസിഫ് അലി സർദാരിക്ക് അയച്ചു. പാകിസ്ഥാന്റെ 24ാമത് പ്രധാനമന്ത്രിയായി കഴിഞ്ഞ മാസം 4-ാം തീയതിയാണ് ഷഹബാസ് ഷെരീഫ് ചുമതലയേറ്റത്.